എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസിക്കുള്ള കുറച്ച് ടിപ്സുകളാണ് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്പുകളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടിപ്സുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രീ കൺസെപ്ഷൻ ചെക്കപ്പ് ചെയ്യാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടി നമ്മൾക്ക് ഈ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പൊ സാധാരണ പറയുകയാണെങ്കിൽ നമുക്ക് ഷുഗർ ചെക്ക് ചെയ്യാം, പ്രഷർ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഹെൽത്തി ആണോ നമുക്ക് നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെറിയ ചെറിയ ചെക്കപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ചെക്കപ്പുകളൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു സ്റ്റേജിൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ മെയിനായിട്ടും ഇത് എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വൈറ്റമിൻസിന്റെ ആവശ്യമുണ്ട്. മുൻകൂട്ടി തന്നെ നമ്മൾ വൈറ്റമിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആവാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മളിപ്പോ നെക്സ്റ്റ് മന്ത് തൊട്ട് പ്രഗ്നന്റ് ആവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മന്ത് തൊട്ടേ നമ്മൾ ഫോളിക് ആസിഡ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് മാത്രമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും നമുക്ക് ഈ ഒരു ഫോളിക് ആസിഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ മെയിനായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തുന്നത് വളരെ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരുന്ന് ഡോക്ടർ തരും. അതുപോലെ തന്നെ ഇനി നമ്മൾ ചിലപ്പോൾ സാധാരണ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെയൊന്നും ചെക്കപ്പ് ചെയ്യാറില്ല. ഇപ്പൊ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ അങ്ങനെയൊന്നും ചെക്കപ്പ് ചെയ്യാറില്ല. അപ്പൊ പ്രഷറും ഷുഗറും ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ വളരെ എന്താ പറയാ നമുക്ക് ശരിക്കും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷുഗറും പ്രഷറും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ തന്നെ നമ്മുടെ സൈക്കിൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് സാധാരണ ചിലർക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ റെഗുലർ ആയിരിക്കാം. അപ്പൊ റെഗുലർ ആവുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രഗ്നന്റ് ആവാൻ. അപ്പൊ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടും ഒരു ഓവുലേഷൻ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കൺസീവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവുക. അപ്പൊ അങ്ങനെ ഇറഗുലർ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് ഓവുലേഷൻ തിരിച്ചറിയാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓവുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനത്തെ ഉള്ള നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഇതിൽ നമ്മൾ സൈക്കിൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഓവുലേഷൻ അറിയാത്തവർക്കാണെങ്കിൽ നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് വെച്ചിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു സ്ലിപ്പറി ആയിരിക്കും, ഒരു വൈറ്റിഷ് സ്ലിപ്പറി കളർ ആയിരിക്കും നമുക്ക് ഈ ഒരു നമ്മുടെ ഡിസ്ചാർജ് വന്നിട്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇറഗുലർ പീരീഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഓവുലേഷൻ കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകൾ നമുക്ക് കൂട്ടും. ഇനി നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓവുലേഷൻ ഡേറ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഒരു പീക്ക് ഡേറ്റ് എന്ന് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 1-ാം തീയതി നിങ്ങളുടെ മെൻസസ് ആയിരിക്കാം. അപ്പൊ നമുക്കൊരു 5th ഒരു 6th ഡേ വരെ നമുക്ക് ഈ ഒരു മെൻസസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചാൻസ് കൂടുതലുണ്ടാവും. നമുക്ക് ഒരു ഓവുലേഷൻ ഡേറ്റ് വരെ നമുക്ക് സാധ്യതകളുണ്ട്. ആ ഒരു പീരീഡ്സ് കഴിഞ്ഞതിന്റെ ഒരു 2-3 ദിവസം അല്ലാതെ നെക്സ്റ്റ് ഡേ തൊട്ട് ഇപ്പൊ 10th ഡേ തൊട്ട് നമുക്ക് ഓവുലേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു 14th ഡേ ആണ്
കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ റെഗുലർ ആയിട്ട് ആൾക്കാരുടെ ഓവുലേഷൻ നടക്കുക നമ്മുടെ 14th ഡേ ആണ്. പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ 14th ഡേ ആണ് നമുക്ക് ഒരു ഓവുലേഷൻ നടക്കുക. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു 14th ഡേ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ട് ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു 12, 13, 14, 15, 16 ആ ഒരു ഡേയ്സുകളിലായിരിക്കും കൂടുതലായിട്ട് ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചാൻസ് കൂടുതൽ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ കുറെ പേർക്ക് ഒരു സംശയമാണ്, നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യൽ പൊസിഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പറയണം, എവിഡൻസുകൾ പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില പേഴ്സണലി എനിക്ക് കുറച്ച് ചിലപ്പോൾ മെയിലുകളൊക്കെ വരാറുണ്ട്, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ, ഇതിന് പറ്റിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പൊസിഷൻസ് നമുക്ക് അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ ബെഡിൽ തന്നെ ഒരു 5 to 10 minutes ബെഡിൽ തന്നെ ഇരിക്കുകയായിരിക്കും നമുക്ക് കുറച്ചും കൂടി പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതകൾ കൂട്ടുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ബാത്റൂമിൽ പോകരുത്, നമ്മൾ കുറച്ചു നേരം ബെഡിൽ ഇരിക്കുക. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ഇപ്പൊ കുറെ തവണ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാൻസസ് കൂടുതലായിരിക്കും. ഇപ്പൊ ഓവുലേഷൻ ഉള്ള ടൈമിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോ കുറെ തവണ ഇപ്പൊ ഒരു ഡേ തന്നെ നമ്മൾ കുറെ തവണ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് ചാൻസുകൾ കൂടും. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു ഇടവിട്ട ദിവസങ്ങളിൽ ഇന്റർകോഴ്സ് നമുക്ക് ഓവുലേഷൻ നടന്ന ടൈമിലായാലും നമുക്ക് ഡെയിലി ആയാലും ഒരു ഇടവിട്ട ദിവസങ്ങളിലായാലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാൻസുകൾ കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് മെയിൻ ആയിട്ടും ഒഴിവാക്കണം. ഇപ്പൊ എല്ലാവർക്കും മെയിൻ ആയിട്ടും ടെൻഷൻ, സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഒഴിവാക്കി ഒരു മൈൻഡൊക്കെ ഒന്ന് നമുക്ക് ഇതിനു വേണ്ടി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. സ്ട്രെസ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ എന്താ പറയാ, എന്തായാലും നമുക്ക് സ്ട്രെസ് ഇതിനെ എഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ഈ ഒരു ടൈമിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പല രീതികളിലുമുള്ള സ്ട്രെസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ എന്താ പറയുക, ഓവർ വെയിറ്റ് കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ആ ഒരു ടൈമിൽ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ കാണാം. വെയിറ്റ് കുറയ്ക്കുക, ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു ഡയറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഒരു ഡെയിലി ഒരു എക്സസൈസ് റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എക്സസൈസും ഡയറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള കുറച്ച് പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതലുള്ള ഫുഡുകളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട് മെയിനായിട്ട്. നമുക്ക് അങ്ങനത്തെ ഉള്ള കുറച്ച് ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക. കൂടുതലായിട്ടും എന്താ പറയുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. വൈറ്റമിൻ കൂടുതലുള്ള C, D, A ഉള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സുകൾ, ഈ ഓയിലി ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ടും കുറച്ച് കാലത്തേക്കെങ്കിലും ഒഴിവാക്കാൻ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, സ്മോക്കിങ്ങോ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിലെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. പിന്നെയുള്ളത് കഫീൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ടും ഈ ഒരു ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ കോഫിയൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രഗ്നന്റ് ആവാനുള്ള ചാൻസുകൾ കുറയും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ളൊരു മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇപ്പൊ കുറെ ട്രൈ ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ ഏതൊക്കെ ടൈമിലാണ് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 35 ഏജിന് മേലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺസീവ് ആവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്കാരേജ് മുന്നുണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു 6 months നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സ് ആണ്, അല്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റ് അല്ല, ഒരു ടൈം തന്നെ കൂടുതൽ പീരീഡ്സ് ആവുന്നു, വളരെ ഹെവി ഫ്ലോ ഉണ്ട്, ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രഗ്നന്റ് ആവാൻ സാധിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്